Hello, good morning. Good morning, Miss. Morning. Good morning. Yes, good morning. Yes, തന്നെ സുഖമായിട്ടിരിക്കുന്നു. And you? നിങ്ങൾക്കും സുഖല്ലേ? Okay. Yes. So let's start without wasting our time. അപ്പൊ നമ്മളുടെ ഏകദേശം ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ആയി എല്ലാവരുടെയും ടീച്ചേഴ്സിന്റെ ഒക്കെ അല്ലെ. ആതിര മിസ്സിനും ഇത്തിരി പോർഷൻ എടുക്കാനുണ്ട്, എനിക്കും അല്ലെ. അതായത് അവിടെ ഒരു ചാപ്റ്റർ മിസ്സായത് കൊണ്ടാണ് പെട്ടെന്ന് ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ അതാരുടെ ഇതിലാണെന്നൊരു ചെറിയ കൺഫ്യൂഷൻ വന്നത് കൊണ്ടാണ് നമുക്ക് അത് ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച മെഡിക്കൽ ടെർമിനോളജി അവർക്ക് കൊടുത്തത്. കാരണം അതിപ്പോ എല്ലാവർക്കും ഒരുപോലെ എടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്ററോട് കൂടി ഏകദേശം അവസാനിക്കാറായി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സാം ഉണ്ടാവുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസ് നിങ്ങൾ എത്രത്തോളം പഠിച്ചു മനസ്സിലാക്കി അതിന്റെ ഒരു മോഡൽ, ഒരു എക്സാം മോഡൽ കേട്ടോ. അപ്പൊ അത് അത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും, ടേബിളോ അല്ലെങ്കിൽ എന്താണ് എക്സാം എന്നുള്ള കാര്യമൊക്കെ അറിയിക്കും. അധികം ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് നമുക്ക് അതിന്റെ അടുത്ത പാർട്ടും എടുക്കാനുള്ളത്. അപ്പൊ അധികം ഗ്യാപ്പ് ഒന്നും കിട്ടില്ല കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആകുക. എത്രത്തോളം നമ്മൾ പഠിച്ചു മനസ്സിലാക്കി എന്നുള്ളത് കൂടി ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് മോഡൽ എക്സാം എന്ന് പറയുന്നത് അല്ലെ. പണ്ടും ഒക്കെ നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസിനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അത് ആ ഒരു മോഡൽ എക്സാം നമുക്ക് ഫൈനൽ എക്സാം എഴുതാനുള്ള ഒരു എന്താ പറയാ ഒരു ഇതാണ്. മീൻസ് അതിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മോഡലും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻസിന്റെ സ്റ്റൈലും മോക്ക് ടെസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാം. പക്ഷെ അത് കൂടാതെയും എന്തെങ്കിലുമൊക്കെ ഇനിയും അതെങ്ങനെയൊക്കെയാണ് എക്സാം നമ്മൾ എഴുതുന്നതെന്നൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ആ തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ജോയിൻ ചെയ്യാം. ഈ ഒരു ചാപ്റ്ററും ലബോറട്ടറിയും പിന്നെ ആതിര മിസ്സിന്റെ കുറച്ച് ഭാഗം കൂടി ഉള്ളൂ എടുക്കാൻ. ബാക്കി മെഡിക്കൽ ടെർമിനോളജി കംപ്ലീറ്റ് ചെയ്തു എന്ന് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു അല്ലേ. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നും നാളെയുമായിട്ട് നമ്മൾ ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. ഞാനും എന്റെ ബാക്കി ഈ ഭാഗത്തിന്റെ ലബോറട്ടറിയുടെ ഭാഗം തീർന്നില്ല എങ്കിൽ ടുമോറോ ഓൾസോ ഞാൻ 10:30 മണിക്ക് എന്റെ ക്ലാസ് ആയിട്ട് ഞാൻ വരും കേട്ടോ. തീർന്നില്ല എങ്കിൽ തീരില്ല, അത്രയും അങ്ങനെ ഓടിച്ചു പറഞ്ഞ് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്തിരി ഉള്ളൂ. പക്ഷെ എങ്കിലും ഒരു 2-3 പേജസ് ഉണ്ട് തോന്നുന്നത്. 4 പേജസ് ഉണ്ട്. അപ്പൊ അത് ഒരുമിച്ച് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഇന്നും നാളെയുമായിട്ട് നമ്മൾ അത് എടുത്ത് തീർക്കുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ലബോറട്ടറിയിലെ എക്യുപ്മെന്റുകളെ കുറിച്ചാണ് അല്ലെ. ലബോറട്ടറിയിൽ ഒരുപാട് എക്യുപ്മെന്റുകൾ ഇൻസ്ട്രുമെന്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ് അതുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ കൂടി അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അവര് നേരത്തെ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2-3 പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, അപ്പൊ നമ്മള് 2-3 പോയിന്റ് ഓൾറെഡി പറഞ്ഞതാ. എക്യുപ്മെന്റുകളൊക്കെ എങ്ങനെയായിരിക്കണം, അതായത് നമ്മുടെ ലബോറട്ടറിയുടെ നീഡ്സ്, അതായത് എല്ലാ ലബോറട്ടറിയും ഒരുപോലെ അല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഇറ്റ്സ് കപ്പാസിറ്റി, അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഡിസൈൻ, all the laboratory should be equipped to meet the requirements of that particular laboratory. ഓരോ ലബോറട്ടറിയും അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റുകൾ എന്തായാലും ഉണ്ടായിരിക്കണം. അതായിരുന്നു ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഓരോ എക്യുപ്മെന്റും ആഫ്റ്റർ പർച്ചേസിങ് അത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മുടെ ക്ലിനിക്കൽ യൂസിന് എത്രത്തോളം അത് ആപ്റ്റ് ആണ് എന്നുള്ളത് ക്വാളിഫൈഡ് അതിന്റെ ടെസ്റ്റ് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ ക്ലിനിക്കൽ യൂസിന് വേണ്ടിയിട്ട് ഇത് ആപ്റ്റ് ആണോ എന്നുള്ളത് പരിശോധിച്ചറിഞ്ഞ് ആദ്യം തന്നെ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കണം.
മനസ്സിലായി? അതാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞതാണ്. തേർഡ് വൺ, ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയവും നമുക്ക് ഈ പറയുന്ന ഓരോ എക്യുപ്മെന്റുകളും യൂസബിൾ കണ്ടീഷനിലായിരിക്കണം. എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് അണ്ടർഗോൺ സം ബ്രേക്കിംഗ്, അതായത് ചില ബ്രേക്ക് ഡൗൺസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നേരത്തെ കൂട്ടി മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ, റിപ്പയർമെന്റ്സ് ആവശ്യമുള്ള മെഷീൻസ് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത്, അത് പറ്റാത്തതാണെങ്കിൽ നമ്മൾ മാറ്റി പുതിയത് സ്ഥാപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ സമയത്തും. കാരണം രാവിലെ തുടങ്ങി നമുക്കറിയാം ചില മിക്ക ഹോസ്പിറ്റൽസും എല്ലായിടത്തും 24 hours ആണ്. പിന്നെ ലാബ് ടെസ്റ്റുകളൊക്കെ മാത്രമാണ്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡെയിലി പർട്ടിക്കുലർ ടൈമിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ബാക്കിയുള്ള സർവീസസ് ഒക്കെ 24 hours ആണ്. അപ്പൊ ഈ ലാബില് ഓരോ ദിവസവും മോർണിംഗിൽ വരുമ്പോൾ എല്ലാം ഓപ്പറബിൾ കണ്ടീഷൻ ആണോ, എല്ലാം ഉപയോഗിക്കുന്ന കണ്ടീഷനിൽ തന്നെയാണോ എന്നും ഒന്നും എന്താ പറയാ കേടുപാടുകൾ വരുന്നതോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്നതോ അല്ല എന്ന് ഉറപ്പുവരുത്തണം. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് റെഗുലർ ഇൻസ്പെക്ഷൻ. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓരോ ദിവസവും റെഗുലർ ആയിട്ട് നമ്മൾ ആ ഓരോ എക്യുപ്മെന്റുകളും എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ ഇൻസ്പെക്ട് ചെയ്യുക, അതിനെന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടോ നോക്കുക, ക്ലീൻ ചെയ്യുക. അത് ഓരോ പ്രാവശ്യവും അവരത് ചെയ്യേണ്ടതാണ്. ഓരോ ദിവസവും അത് പറ്റുന്ന രീതിയിൽ അത് മെയിൻ്റെനൻസ് ചെയ്യണം. മെയിൻ്റെനൻസ് അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻ ഓഫ് ദ മാനുഫാക്ചർ. ഇതിനൊരു എന്താ പറയാ, ഈ പറയുന്ന എക്യുപ്മെന്റുകളൊക്കെ യൂസ് ചെയ്യുന്നതും അതിനെ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അത് വരുത്തുന്നതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഈ കാറ്റലോഗ് ഒക്കെ ഉണ്ടായിരിക്കും. ആ കാറ്റലോഗ് പ്രകാരമൊക്കെ അത് മാനുഫാക്ചറർ അതിനകത്ത് കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെ ക്ലീൻ ചെയ്യണം, ഇതിങ്ങനെയാണ് അരിച്ച് ക്ലീൻ ചെയ്യേണ്ടത്, അങ്ങനെ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആ റെക്കമെൻഡേഷൻസ് പ്രകാരം മാത്രമാണ് മെയിൻ്റെനൻസ് നടത്തേണ്ടത്. അല്ലാതെ തോന്നിയ രീതിയിലൊക്കെ അഴിച്ചു മുഴുവനും ഇട്ടിട്ട് പിന്നെ അത് കൂട്ടിച്ചേർത്ത് വരുമ്പോൾ ബാക്കി പാർട്സ് വരാൻ പാടില്ലല്ലോ അല്ലെ. അങ്ങനെയൊന്നും ഇല്ലാതെ, പിന്നെ മാത്രമല്ല ഓവർ ഏജിങ് ആണെങ്കിലും സമയം കഴിഞ്ഞു ഓരോ വസ്തുവിനും, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ്, അതായിരുന്നു ഓരോ എക്യുപ്മെന്റിനും ഇൻസ്ട്രുമെന്റ്സിനും ഹ്യൂമൻ ബോഡിയും എല്ലാം ഒരു മെഷീനാണ് അല്ലെ. ഒരു മെഷീൻ രീതിയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഏതെങ്കിലുമൊക്കെ പാർട്സിന് ഏതെങ്കിലും കംപ്ലൈന്റുകൾ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നു, അപ്പൊ നമുക്ക് അതിൻ്റെതായ അസ്വസ്ഥതകൾ വരും അല്ലെ. രോഗങ്ങളാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ മെഷീൻ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ അത് എന്താ പറയാ 100% റിസൾട്ട് കിട്ടുന്ന ആ ഒരു പ്രവർത്തനം ഉണ്ടാകില്ല. അത് ഹ്യൂമൻ ബോഡി പോലെ തന്നെ എല്ലാ മെഷീൻസിനും അതിനൊരു ലൈഫ് ടൈം ഉണ്ട്. അപ്പൊ ആ ലൈഫ് ടൈമിൽ അതിന് വേണ്ട കേടുപാടുകളൊക്കെ തീർത്ത് പോകുക. ആൻഡ് ഇഫ് ഇറ്റ് ഹാസ് എക്സീഡഡ് ഇറ്റ്സ് എസ്റ്റിമേറ്റഡ് ലൈഫ് കഴിഞ്ഞു. ഇപ്പൊ ഒരു സാധനം, ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു എക്യുപ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി 10 years, 10 വർഷത്തോളം മാക്സിമം അതിന് യൂസ് ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഏകദേശം അതിനെ റീപ്ലേസ് ചെയ്ത് വേറെ സാധനം വാങ്ങിക്കണം. അതിന് പകരം അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ വേറെ എക്യുപ്മെന്റ് വാങ്ങിച്ചോളൂ. അപ്പൊ ഓവർ ഏജിങ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ എന്ത് ചെയ്യുക, അധികം ഉപയോഗിക്കാതെ അത് മാറ്റി ഉപയോഗിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം. അല്ലാതെ അത് തന്നെ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ ടെസ്റ്റ് നടത്തുന്നതാണ്. രോഗികളുടെ പല ബോഡി ഫ്ലൂയിഡ്സുകളും മറ്റൊക്കെ എടുത്ത് അതിന്റെ സ്പെസിമെൻ ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹാവ് ടു ഗിവ് ദ കറക്റ്റ് ഓർ അക്യുറേറ്റ് റിസൾട്ട് അല്ലെ. കൃത്യമായ ആ കണക്ക് തരണം നമുക്ക്. അപ്പൊ ആ അളവ് തിട്ടപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ കണക്കിലൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിന് മറ്റ് പല രീതിയിലുള്ള എന്താ പറയാ നല്ലതിനേക്കാൾ അല്ലെങ്കിൽ എന്താ പറയാ ചില ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ എക്യുപ്മെന്റും ഡെയിലി അത് ഇൻസ്പെക്ട് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, അത് ക്ലീൻ ചെയ്യണം. ഓവർ ഏജിങ് ആയിട്ടുള്ള മെഷീൻസ് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ റിപ്ലേസ് ചെയ്യണം. ഓക്കെ, അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ലബോറട്ടറി ഷുഡ് മെയിൻറ്റെയിൻ നീഡ്ഫുൾ ഇൻസ്പെക്ഷൻസ് ഫോർ ഓപ്പറേഷൻസ്. അതായത് അത് എങ്ങനെ പ്രവർത്തിക്കണം, ഓരോ മെഷീൻസും ഇൻസ്ട്രുമെന്റ്സും എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അതിന് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ലാബിൽ ഉണ്ടായിരിക്കണം. ആ ഇൻസ്ട്രക്ഷൻസ്, ഇന്ന മെഷീൻ, ഇന്ന എക്യുപ്മെന്റ്, ഹൗ ടു ഓപ്പറേറ്റ്, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യണം. മനസ്സിലായോ? മാത്രമല്ല ഇറ്റ് ഷുഡ് ബി ഇൻ ദ SOP ഫോം. SOP ഫോം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ എല്ലാ മെഷീൻസിനും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. അത് ഫോളോ ചെയ്ത് വേണം എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിപ്പിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു കോപ്പി ഇങ്ങനെയാണ്, ഇന്ന രീതിയിലാണ് പ്രവർത്തിപ്പിക്കേണ്ടത്. അതിന്റെ ഒരു കോപ്പിയും ലാബില് ആ എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇന്ന ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് ലാബിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആണ് മൈക്രോസ്കോപ്പ്. അപ്പൊ അതെങ്ങനെ, ഹൗ ടു ഓപ്പറേറ്റ്, അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു SOP പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ ഒരു കോപ്പി ആ ഒരു മൈക്രോസ്കോപ്പിന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുക. ഓക്കെ,
അപ്പൊ അതിന് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതൊന്ന് ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് റീഡ് ചെയ്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? SOP-യുടെ ഫുൾ ഫോം എന്ന് എഴുതി വെച്ചേക്കാം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? സ്പെസിഫൈഡ് ഇൻസ്ട്രക്ഷൻസ് പ്രകാരം മാത്രം നമ്മൾ എക്യുപ്മെന്റുകൾ ഓപ്പറേറ്റ് ചെയ്യുക. അതിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അതിന്റെ ഒരു കോപ്പി ലാബിൽ ആ എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, ഓൾ എക്യുപ്മെന്റ് ഷുഡ് അണ്ടർഗോ കാലിബ്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. എല്ലാ എക്യുപ്മെന്റുകളും കൃത്യമായിട്ട് എന്താ പറയാ അളവ് തിട്ടപ്പെടുത്തുന്ന രീതിയിലും വെരിഫൈ ചെയ്യുന്ന രീതിയിലും ആയിരിക്കണം. എല്ലാ എക്യുപ്മെന്റും എപ്പോഴും നമ്മൾ അത് എത്രയാണ്, ഏത് ലെവലിലാണ്, അതിന്റെ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും അത് ഇൻസ്പെക്ഷൻസും എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. അതായത് വെരിഫൈ ചെയ്യണം, എക്യുപ്മെന്റിന് തകരാറുകളൊന്നുമില്ല, എല്ലാം നല്ല രീതിയിലാണ്. എന്താ പറയാ, നമ്മളുടെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നിരിക്കുന്ന ചിലതൊക്കെ അയ്യോ ആ മെഷീൻ കേടാന്ന് തോന്നുന്നു, നമ്മൾ പറയാറില്ലേ, അവിടുത്തെ മെഷീൻ കേടാന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും റിസൾട്ട്, ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ചിലപ്പോഴെങ്കിലും ചിലപ്പോഴൊക്കെ അങ്ങനെയും സംഭവിക്കാം. ഇഫ് ദ മെഷീൻ ഹാസ് അണ്ടർഗോൺ സം എനി അതർ റിക്വയർമെന്റ്സ്, ചില റിക്വയർമെന്റ് ആവശ്യമുള്ള മെഷീൻസ്, അതായത് വില കേടുപാടുകളൊക്കെ വന്നതൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്താലേ മനസ്സിലാകുള്ളൂ. അപ്പൊ അതിന്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് നോക്കണം. മെയിന്റനൻസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്സ്. ഇനി ഈ ചില മെഷീൻസ് ഒക്കെ മിക്കതും വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം അതിന് വാറന്റി ഗ്യാരണ്ടി കാർഡുകളൊക്കെ ഉണ്ട് അല്ലെ. വാറന്റി കാർഡുകൾ, അതുപോലെ ടെലിഫോൺ നമ്പേഴ്സ് ഓഫ് പേഴ്സണൽസ്. ഈ പറയുന്ന എക്യുപ്മെന്റിൽ ഏതെങ്കിലും തരത്തിൽ മാൽ ഫംഗ്ഷൻ ആയി പോയാൽ പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനരഹിതം, മാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞതാണ് ഫംഗ്ഷനിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ്. മാൽ ഫംഗ്ഷനിങ് ആയാന്ന് പറഞ്ഞാൽ പ്രവർത്തനരഹിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ നമ്മൾ കോൺടാക്ട് ചെയ്യും? ഹും ടു ബി കോൺടാക്റ്റഡ്, വിച്ച് പേഴ്സണൽ, ആരാണ് ഇതൊന്നും നന്നാക്കി തരാൻ പറ്റുന്ന ആള്, അവരുടെ കോൺടാക്ട് നമ്പറും ഒക്കെ എന്താ പറയാ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാലാണ് നമുക്കത് കൃത്യമായിട്ട് ആ ആള് വന്നിട്ട് കൃത്യം ആ വിളിക്കുന്ന സമയത്ത് തന്നെ വന്ന് അത് ചെയ്തു തരാൻ പറ്റുന്ന ആള് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം അവിടെ നമുക്ക് സമയമില്ല. കാരണം പേഷ്യൻസ് ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുമ്പോൾ പല പല ടെസ്റ്റുകളും ഡോക്ടേഴ്സ് എഴുതുമ്പോൾ അവരിങ്ങനെ വന്നിവിടെ റഷ് ആകും, കുറെ ക്രൗഡ് ആകും, അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം എക്യുപ്മെന്റുകളൊക്കെ പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽസിന്റെ കോൺടാക്ട് നമ്പർ ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ വാറന്റി കാർഡ് എളുപ്പം, അതായത് വാങ്ങിച്ചിട്ട് അധികം ആയില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, സോ വാറന്റി ഉണ്ടെങ്കിൽ അതിന്റെ കാർഡ്സും ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് റെഡി ആയിട്ടിരുന്നോണം. ഓക്കെ, അല്ലാണ്ട് കാർഡൊക്കെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് അത് കണ്ടെത്താൻ സമയം എടുക്കുന്നു. ടെലിഫോൺ നമ്പർ എവിടെയെങ്കിലൊക്കെ കുറിച്ച് വെച്ചു, അതും കണ്ടെത്താൻ നടക്കുന്നു. അപ്പോഴേക്കൊക്കെ ഒരുപാട് സമയം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമയം ലാക്ക് വരാത്ത രീതിയിൽ അത് ശരിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ ആ ഒരു പോയിന്റ്? ഇതൊക്കെ എങ്ങനെ നമുക്ക് വായിച്ചാലും മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചത്. ഇതൊക്കെ എക്യുപ്മെന്റ്സുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ യൂസർ മാനുവൽ ഷുഡ് ബി റെഡി അവൈലബിൾ ഫോർ റെഫറൻസ്. ഇനി ഓരോ എക്യുപ്മെന്റ് ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കേണ്ടതിന്റെ ഒരു മാനുവല്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മാനുവല്, അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മെഷീന്റെ എക്യുപ്മെന്റിന്റെ പല കാര്യങ്ങളും, അതിന്റെ യൂസിങ് രീതിയും ആയിക്കോട്ടെ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആ ഒരു മാനുവല് എപ്പോഴും റെഡിലി അവൈലബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ടിട്ട് അത് അന്വേഷിക്കുന്നതല്ല, അത് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ കൃത്യമായിട്ട് ആ ലാബിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. റെഡിലി അവൈലബിൾ ആയിരിക്കണം. പെട്ടെന്ന് നമുക്ക് അത് കിട്ടണം ഫോർ റെഫറൻസ്. അത് റെഫർ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് തന്നെ ചില മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ എക്യുപ്മെന്റുകളുടെ. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ മാനുവലിൽ നോക്കിയ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അത് റെഡി അവൈലബിൾ ആകുന്ന സ്ഥലത്തായിരിക്കണം ലബോറട്ടറിയിൽ കീപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്യട്ടെ. ലബോറട്ടറീസ് ഷുഡ് മെയിൻറ്റെയിൻ എന്ന് പറയുന്ന 5ാമത്തെ പോയിന്റ്, ലബോറട്ടറീസ് ഷുഡ് മെയിൻറ്റെയിൻ എന്ന് തുടങ്ങുന്ന 5ാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അഞ്ചാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ബാക്കിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ് കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത് ലബോറട്ടറിയിൽ. ഓക്കെ, യെസ്, പറഞ്ഞോട്ടെ. അടുത്തത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ലാബില് ചില പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് ലാബിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ലാബിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഓരോ പോയിന്റുകളായിട്ട് കൊടുത്തിട്ട്. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഒന്നാമത്തേത്.
പിന്നെ requisition form or test request form, sample acceptance or rejection, laboratory record. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലാബിൽ നടക്കുന്ന ചില ഫങ്ഷൻസ്. ലാബിൽ എന്തൊക്കെയാ നടത്തുക, ഓർഡർ ഒന്ന് ആലോചിച്ച് നോക്കി. അത് തന്നെ ഈ 4 പോയിന്റ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഒന്ന് സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. നമുക്കറിയാം ഇപ്പോ whatever it is to be tested അല്ലെ, അതിന്റെ ഒരു സ്പെസിമെൻ ഹാവ് ടു ബി ഗിവൺ പ്രൊവൈഡഡ് ടു ദ ലബോറട്ടറി. നമ്മളുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ബ്ലഡോ യൂറിനോ എന്താണോ അതിനെയാണ് ഇവിടെ സാമ്പിൾ ഓർ സ്പെസിമെൻ എന്ന് പറയുന്നത്. അതെടുത്ത് ലാബിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നു കഴിയുമ്പോൾ അത് ആരാണോ, ആരിൽ നിന്നാണോ ആ പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആരാണോ അവരാണ് അത് കൊണ്ട് കൊടുക്കുക. അപ്പൊ അത് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത് സ്പെസിമെൻ ഷുഡ് ബി അറ്റാച്ച്ഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിഫയേഴ്സ്. എക്സാമ്പിൾ നെയിം ആൻഡ് ഏജ്. അതായത് നമ്മൾ ഇങ്ങനെ ഈ സ്പെസിമെൻ എടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ ബോഡി അവർ തന്നെ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് എടുക്കുക, അവർ തന്നെ അവിടെ അത് നോട്ടിഫൈ ചെയ്തോളും. അല്ല നമ്മൾ യൂറിനാണ് കൊണ്ടു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എടുത്തിട്ട് വേണം അവിടെ കൊടുക്കാൻ. അപ്പൊ അത് കൊണ്ടു കൊടുക്കുമ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് എന്ത് എഴുതിയിരിക്കണം, പേരും വയസ്സും കൃത്യമായിട്ട് ആ സ്പെസിമെന്മേ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കണം എന്നാണ്. മനസ്സിലായോ? സ്പെസിമെൻ ഷുഡ് അറ്റാച്ച്ഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിഫയേഴ്സ്. അതായത് വേറെ ആരുമില്ല. ഈ യൂണിക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലത്തെ പേരുകൾ വരാം അല്ലെ. അപ്പൊ നമ്മൾ വയസ്സും കൂടി അതിനകത്ത് ചേർക്കാം. പേര് ചിലപ്പോൾ സെയിം ആയിട്ട് വന്നേക്കുന്ന ആളുകളുടെ സ്പെസിമെൻസും ലാബിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ ടു ഐഡന്റിഫൈ ദം, അവരിൽ രണ്ടുപേരിൽ ആരാണ് വ്യത്യസ്തത മനസ്സിലാക്കാൻ ഏജോ അങ്ങനെ എന്തെങ്കിലും യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നമ്പർ അവരുടെ അതിനകത്ത് ആ സ്പെസിമെന്റിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി ആ സ്പെസിമെൻ ലേബലിംഗ് യൂസിങ്, ചിലപ്പോ അവർക്ക് എന്ത് ചെയ്യാം, ഈ പേരിന് പകരം അതിന്റെ കോഡുകൾ, ചിലപ്പോ വേറെ ഏതെങ്കിലും കോഡ് പോലെയും അവർക്ക് വേണമെങ്കിൽ വെക്കാം. ഇപ്പൊ 01, 02 അങ്ങനെ കോഡുകൾ കൊടുത്താലും അത് ഇറ്റ് വിൽ റെഡ്യൂസ് എറേഴ്സ്, കുറെ തെറ്റുകൾ കുറയ്ക്കാനായിട്ട്. ഇപ്പൊ ആദ്യം കളക്ട് ചെയ്തത് ഇന്നാളുടെ, അപ്പൊ ആൾക്ക് ഒരു നമ്പർ കൊടുത്തു, ഒരു കോഡ് കൊടുത്തു, മനസ്സിലായി? ആ സ്പെസിമെൻ ഒരു കോഡ് കൊടുത്തു. അടുത്ത ആളുടെ കൊണ്ടുവരുമ്പോ അത് ആളുടെ പേരും വയസ്സും പിന്നെ ഒരു കോഡ് കൂടി കൊടുത്തു. സോ ഇറ്റ് വിൽ റെഡ്യൂസ് എറേഴ്സ് അല്ലെ. തെറ്റുകൾ വരാനുള്ള സാധ്യതകളെ കുറയ്ക്കാനായിട്ട് പറ്റും. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പാടാണ്. കാരണം വേറൊരാളുടെ എന്താ യൂറിൻ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി എഴുതി വയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് കോഡ് ചെയ്യുന്നത് ആ ഒരു എറേഴ്സ് കുറയ്ക്കാനായിട്ട് കുറച്ചൊക്കെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? കളക്ട് ചെയ്യുന്ന സ്പെസിമെൻസിനകത്ത് യൂണിക് ഐഡന്റിഫയേഴ്സ് ലൈക്ക് നെയിം, ഏജ് ഇത് നോട്ടിഫൈ ചെയ്ത് വേണം അറ്റാച്ച് ചെയ്യാൻ. സ്പെസിമെൻസ് ലേബൽ ചെയ്യുമ്പോൾ ദേ ക്യാൻ ഓൾസോ യൂസ് കോഡ്സ്. കോഡുകൾ ഉപയോഗിച്ച് അവർക്ക് അത് ലേബൽ ചെയ്യാം ടു റെഡ്യൂസ് എറേഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? തെറ്റുകൾ കുറയ്ക്കാൻ. പിന്നെ അപ്പൊ ഈ ലേബൽ ചെയ്യുന്ന സമയത്ത് ലേബലിങ്ങിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്താം? പേഷ്യന്റിന്റെ നെയിം, ഏജ്, ജെൻഡർ അതായത്, പിന്നെ പേഷ്യന്റ് ID, ഒരു ID നമ്പർ ഉണ്ടെങ്കിൽ ID നമ്പർ, ചിലപ്പോൾ OP നമ്പറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ എന്ത് ടെസ്റ്റ് ആണ് ചെയ്തത്, ആ ടെസ്റ്റിനെ സംബന്ധിക്കുന്ന കാര്യം, ടെസ്റ്റ് റിക്വസ്റ്റ്, എന്ത് ടെസ്റ്റ് ചെയ്യാനാ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് വേണം. ഓക്കെ. പിന്നെ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ടഡ്, എന്നാണ് ആ സ്പെസിമെൻ എടുത്തേക്കണേ, യൂറിനാണോ ബ്ലഡ് ആണ് എന്ന് എടുത്തു അത്, അല്ലെങ്കിൽ ടൈമും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അതും സ്പെസിഫൈ ചെയ്യും. ഇന്ന സമയത്ത് ഇത്രാം തീയതി ആ സ്പെസിമെൻ കളക്ട് ചെയ്ത ഡേറ്റും ടൈമും അതിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. മനസ്സിലായോ? സോ അതാണ് നമ്മള് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം അതിന്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിന് ലേബൽ ചെയ്യുന്ന സമയത്ത് യൂണിക് ഐഡന്റിഫയേഴ്സ്, പേരും അതുപോലെ തന്നെ വയസ്സും ചേർത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇനി വേണമെങ്കിൽ കോഡും ഉപയോഗിക്കാം. കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താ പറയാ, അതിന്റെ തെറ്റുകൾ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ലേബലിനകത്ത് നമുക്ക് നെയിം, ഏജ് അതുപോലെ തന്നെ ജെൻഡർ രേഖപ്പെടുത്താം, പേഷ്യന്റിന്റെ ID രേഖപ്പെടുത്താം, ടെസ്റ്റ് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് രേഖപ്പെടുത്താം. ആൻഡ് ഓൾസോ ടൈം ആൻഡ് ഡേറ്റ് ഫോർ ഇൻ വിച്ച് ദ സ്പെസിമെൻ ഈസ് കളക്ടഡ്. സ്പെസിമെൻ കളക്ട് ചെയ്ത ഡേറ്റും ടൈമും രേഖപ്പെടുത്താം. ക്ലിയർ ആയോ? അതാണ് കളക്ട് ചെയ്താൽ അവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ക്ലിയർ? യെസ്. അപ്പൊ ഇതൊന്ന് ഈ പോയിന്റ് ഒന്ന് ഇത് ഓരോന്നിനകത്തുമുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ ലേബൽ മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് എന്നുള്ളതില്ലേ, ആ 4 പോയിന്റ് അതൊന്ന് ടിക്ക് വെച്ചേക്കാം. യെസ്. നെക്സ്റ്റ് വൺ, requisition form or test request form ആണ് അടുത്തത്.
അതായത് ഡോക്ടറാണ് ഇന്ന സാധനം, അതായത് ഇന്ന ഒരു നമ്മളുടെ ടെസ്റ്റ് ചെയ്യണം, നമ്മുടെ എന്താ പറയാ യൂറിനോ അല്ലെങ്കിൽ ബ്ലഡോ മാത്രം ഒരു തവണ വെച്ച് ലേബലൊക്കെ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ഇനി ഡോക്ടർ ഒരു റെക്വിസിഷൻ ഫോം വേണം. റെക്വിസിഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഇന്ന സാധനം ഞങ്ങൾക്ക് തരിക. റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ എന്നൊക്കെ നമുക്ക് പറയും. ഇവിടെ എന്താണ് പർച്ചേസ് ചെയ്യുന്നത്? ആ ആളുടെ റിസൾട്ട് നമുക്ക് വേണം. ഇന്ന സാധനം ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് വേണം. ചിലപ്പോൾ കൊളസ്ട്രോൾ ആയിരിക്കാം, ചിലപ്പോൾ ഷുഗർ ആയിരിക്കാം, ഒരുപാട് സാധനം ഉണ്ടല്ലോ ടെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്യാൻ എന്താണോ കൊടുത്തേക്കണം അതിന്റെ ഒരു ഫോം വിച്ച് ഈസ് ഫിനിഷ്ഡ് ബൈ ദ ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കർ. ആരാണോ എഴുതി തന്നേക്കുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ട്, ഡോക്ടർ ആകാം അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ആയിരിക്കാം. ആൻഡ് അത് എന്ത് ചെയ്യണം? അത് ആരുടെ ഒന്നില് പേഷ്യന്റിന്റെ ഒപ്പം അത് എന്ത് ചെയ്യുക? സ്പെസിമെന്റിനോടോ പേഷ്യന്റിനോടോ ഒപ്പം അത് ലാബിലേക്ക് എത്തിക്കുക. ആരാണോ ഫിനിഷ് ചെയ്യേണ്ടത്? ആ ഫോം ഫില്ല് ചെയ്യേണ്ടത് ഡോക്ടറോ ഹെൽത്ത് കെയർ വർക്കറോ ആണ്. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസ്, അല്ലെങ്കിൽ ചിലപ്പോ ചില ഹെൽത്തിലൊക്കെ പോയിട്ട് നമ്മള് ചില അസുഖങ്ങൾ വരുമ്പോൾ നമ്മള് അടുത്തുള്ള ഹെൽത്തുകളിലൊക്കെ പോകാറില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെയുള്ള അവര് എഴുതി തരുന്ന ആ ഒരു കുറിപ്പ് അത് വേണം. അതുപോലെ നമ്മുടെ ടെസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്താണോ, ചിലപ്പോ യൂറിനൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ടേ കൊടുക്കണം. അതല്ലാതെ ചിലപ്പോ അവരൊക്കെ എടുക്കുന്ന അതുകൊണ്ട് അതിന്റെ ഒപ്പം തന്നെ അതവിടെ എത്തണം. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ? പോയിന്റ് മനസ്സിലായോ? ആളുടെ സ്പെസിമെൻ മാത്രം എത്തിയിട്ട് കാര്യമില്ല, എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡോക്ടേഴ്സ് ഫില്ല് ചെയ്ത ആ ഒരു റിക്വസിഷൻ ഫോമിനോടൊപ്പം അതുകൂടി വേണം. ഓക്കെ. Next one, patients in the identity, age, location, date and time of specimen collected, investigation requested, source of sample, അതൊക്കെ ഇതുമൊക്കെ ആ പറഞ്ഞ ഫോമിനകത്ത് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. പേഷ്യന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആളുടെ പേര്, വയസ്സ്, അതുപോലെ തന്നെ ലൊക്കേഷൻ, ഡേറ്റും ടൈമും, എപ്പോഴാണ് നമ്മളുടെ ആ സ്പെസിമെൻ കളക്ട് ചെയ്തത്, പിന്നെ എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ സോഴ്സ് ഓഫ് സാമ്പിൾ ഏത് രീതിയിലുള്ളതാണ്. അത് എക്സാമ്പിൾ പറഞ്ഞിട്ട് ഫോർ കൾച്ചർ ആൻഡ് ഹിസ്റ്റോപാത്തോളജി, അത് എന്തിനാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയാം. ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു ഫോം ആയിരിക്കണം അത് ഫില്ല് ചെയ്ത് ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അതിനകത്ത് ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. റിക്വസിഷൻ ഫോം ആരാണ് ഫിനിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ആണ്. ഇനി എന്താ പറയാ, ഈ വാട്ട് എവർ the specimen is to be investigated should be sent to the laboratory. ലബോറട്ടറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടുന്ന സ്പെസിമെൻ ഏത് തന്നെയായാലും അത് ലബോറട്ടറിയിലായിരിക്കും അത് റിസീവ് ചെയ്യുന്നത്. എല്ലാ സ്പെസിമെൻസും ലബോറട്ടറിയിൽ കിട്ടിയാലും അവർക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനകത്ത് അതെന്ത് ചെയ്യുന്നു? ഒരു സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിൽ അവരത് കീപ്പ് ചെയ്യും. ആൻഡ് ആ കീപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ വോളിയം, എന്തോരാണ് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. ബ്ലഡ് ആണെങ്കിലും അതിനൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു വോളിയം ഉണ്ടായിരിക്കും കേട്ടോ. ബ്ലഡോ യൂറിനോ എന്താണ് സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് അതും അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഇഫ് ദർ ഇസ് എനി ലീക്കേജ് ഉണ്ടെങ്കിൽ അതും അവിടെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ കളക്ട് ചെയ്യുന്ന ലാബിൽ കിട്ടുന്ന സ്പെസിമെൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് സാമ്പിൾ കണ്ടെയ്നറിൽ, സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ക്വാണ്ടിറ്റി, വോളിയം എല്ലാം മെഷർ ചെയ്ത് അത് കൃത്യമായിട്ട് എന്താ പറയാ സാമ്പിളിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുക. അത് പിന്നെ അതിനകത്ത് എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി അവിടെ അവർ മെൻഷൻ ചെയ്യുക. ഇപ്പൊ ചിലപ്പോ ചില സാധനം ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് അത്രയും ഉണ്ടാവില്ല, അത്ര എടുത്ത ക്വാണ്ടിറ്റി ഒന്നും അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി സംടൈംസ് ദ സ്പെസിമെൻ വിച്ച് ഇസ് കളക്ടഡ് മേ ബി റിജക്റ്റഡ് ഓൾസോ. ചിലപ്പോ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ കളക്ട് ചെയ്ത് എടുത്ത ആ സംഭവം അത് ചിലപ്പോ അവർക്ക് ടെസ്റ്റിന് ചിലപ്പോ എന്താ പറയാ ഫിറ്റ് ആയിട്ടുണ്ടാവില്ല, ആപ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഇല്ലാഞ്ഞതുകൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് മേ ബി റിജക്റ്റഡ്. ലാബില് അത് റിജക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിലും വിത്ത് റീസൺസ് ആൻഡ് എന്തുകൊണ്ടാണ് അത് റിജക്ട് ചെയ്തത് എന്നുള്ളതിന്റെ കാരണം അത് കൃത്യമായിട്ട് വെക്കണം. ഓക്കെ, അത് ലബോറട്ടറിക്കാരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ ഒരു അതിന്റെ രീതി അതാണ്. കാരണം എന്തുകൊണ്ട് അവരത് റിജക്ട് ചെയ്തു, എന്തുകൊണ്ടാണ് ആ സാമ്പിൾ അവർക്ക് എടുക്കാൻ പറ്റാതെ ഉപയോഗിക്കാൻ പറ്റാഞ്ഞത് ലാബില് ടെസ്റ്റിന് വേണ്ടി. സോ അതിന്റെ റീസൺ മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം. This sample of this particular patient is rejected. അതവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഒരു റെക്കോർഡ് അതിന് വേണ്ടി കീപ്പ് ചെയ്യാം. ക്ലിയർ ആയോ?
എല്ലാം റിസീവ് ചെയ്തത് എല്ലാം തന്നെ ചിലപ്പോൾ അവർക്ക് കൾച്ചർ ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. അപ്പൊ സം സ്പെസിമെൻസ് മേ ബി റിജക്റ്റഡ്. അത് ചിലപ്പോ ഒക്കെ ചിലതൊക്കെ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യപ്പെടും. ആ റിജക്ട് ചെയ്തത് എന്തുകൊണ്ട്, വൈ, അതിന്റെ റീസൺ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യും. അപ്പൊ ആദ്യം ഒരു പ്രാവശ്യം ബ്ലഡ് എടുത്തു, പക്ഷെ അത് പറ്റിയില്ല. അതിന്റെ റീസൺ എന്താണെന്ന് അവിടെ ഈ രണ്ടാമത്തെ പേഷ്യന്റിന്റെ വീണ്ടും പോയി എടുക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? സിമ്പിൾ കാര്യമാണ് ഇതൊക്കെ അല്ലേ? മനസ്സിലായോ? കൊണ്ടിരുന്നവര് ഓക്കെ, യെസ്. Okay, yes. Then അടുത്തത്, if the laboratory rejects any sample, it should be informed the patient, doctor and need for collection. അതായത് ഇനി ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ റിജക്ട് ചെയ്തു എന്നിരിക്കാം. ആ റിജക്ട് ചെയ്ത കാര്യം പേഷ്യന്റിനോട് പറയേണ്ടി വരും, ഡോക്ടറോട് പറയേണ്ടി വരും. അപ്പൊ ഇനി അന്നേരം അവർക്ക് വീണ്ടും അടുത്ത കളക്ഷന് പറ്റുള്ളൂ അല്ലെ? ഡോക്ടറോട് അറിയുന്നത് ഇന്ന സംഭവം എടുത്തു, പക്ഷെ അത് നമുക്ക് ശരിയായില്ല, ഇന്ന റീസൺ കൊണ്ട് എന്നുള്ളതാണെങ്കിൽ ഓക്കെ, അത് അറിയിച്ചിട്ട് ഡോക്ടറെ അറിയിക്കുക, പേഷ്യന്റിനോട് പറയാൻ നേരത്തെ എടുത്തത് പറ്റിയിട്ടില്ല, സോ വി ഹാവ് ടു കളക്ട് അനദർ വൺ. അപ്പൊ നമുക്ക് വീണ്ടും കളക്ട് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം പേഷ്യന്റിനെ ഡോക്ടറെ കൃത്യമായിട്ട് അറിയിക്കുക. ഓക്കെ, റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞ് റെക്കോർഡ്സിൽ കീപ്പ് ചെയ്യും വേണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ പേഷ്യന്റ് ഓർ ഡോക്ടർ. മനസ്സിലായോ? രണ്ടുപേരെ അറിയിക്കുക. ക്ലിയർ ആയോ ആ പോയിന്റ്? അതിനകത്ത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇവിടെ വരണത് പേഷ്യന്റ് ഓർ ഡോക്ടർ എന്ന് വരെ മതി. If the laboratory rejects any sample, it should be informed the patient or doctor. And the last one, ഇനി ലബോറട്ടറിയിലെ ചില റെക്കോർഡുകളാണ്. റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. All the released laboratory reports should be stored as per the national regulator needs. അതായത് ദേശീയ നമ്മുടെ നാഷണൽ ആയിട്ടുള്ള ഒരു ആവശ്യപ്രകാരം തന്നെ, നിയമപ്രകാരം തന്നെ എല്ലാ ലബോറട്ടറി റിപ്പോർട്ട്സും കൃത്യമായിട്ട് അവിടെ വെച്ചിരിക്കണം. മനസ്സിലായോ? എപ്പോഴെങ്കിലൊക്കെ പെട്ടെന്ന് ആവശ്യം വരും, ആ റിപ്പോർട്ടുകളൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് അതവിടെ വെക്കാം. അത് ഒരു റൂളാണ്, ഒരു നിയമമാണ്, നാഷണൽ അല്ലെങ്കിൽ റെഗുലേറ്ററി നീഡ്സ് ആണ്. അത് നിയമപ്രകാരമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ചിലപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും റിലീസ് ചെയ്യേണ്ടി വരും. സോ ഓൾ ദ റെക്കോർഡ്സ്, ലാബ് റെക്കോർഡ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇത് ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി നമുക്ക് സേവ് ചെയ്ത് എന്താ പറയുക കമ്പ്യൂട്ടേഴ്സിൽ സേവ് ചെയ്ത്, അതായത് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാം, സൂക്ഷിക്കാം. ലാബിന്റേതായ ഇൻഫോർമേഷൻ സിസ്റ്റം ലാബിൽ തന്നെയുണ്ട്. അവിടെ ഒരു എന്താ പറയുക കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അതല്ല ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ അതനുസരിച്ച് അവര് അവിടെ കൃത്യമായിട്ട് വെക്കാം. അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട്, ഫിസിക്കൽ കോപ്പി, പേപ്പർ കോപ്പീസ് ആയിട്ട് ഫയൽ ചെയ്തോ പ്രിന്റ് ഔട്ടുകളായിട്ടൊക്കെ വേണമെങ്കിൽ സൂക്ഷിക്കാം. ക്ലിയർ ആയോ? എല്ലാ റെക്കോർഡും അങ്ങനെ വെക്കണം, കാരണം അത്യാവശ്യം വന്ന സമയത്ത് എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ്. Clear? Yes. This the use of laboratory information system, underline ചെയ്തേക്കണേ, expanded form or മറ്റൊരു പേരിലും പറയും ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കും. ഇതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കീപ്പ് ചെയ്യണേ, ടു ട്രാക്ക് ദ സ്പെസിമെൻസ്. അതായത് നമുക്ക് ഈ പറയുന്ന കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെസിമെനുകളുടെ അത് പ്രോസസ്സിങ്ങും ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ റെക്കോർഡുകളും റിസീവ് ചെയ്യുന്നതും അത് നമ്മൾ സ്റ്റോർ ചെയ്തു, എപ്പോൾ നമ്മൾ അതിന്റെ ടെസ്റ്റിംഗ് നടത്തി, അതിന്റെ റിസൾട്ട് എന്താണ്, സെപ്പറേറ്റ് ഇതിന്റെ എല്ലാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അറ്റ് എനി ടൈം അവരുടെ ഇൻഫോർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് വി ക്യാൻ ട്രാക്ക് ദ റിപ്പോർട്ട്സ്. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പോർട്ടുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ നോക്കുക, ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും ആ റിസൾട്ടുകളൊക്കെ കൃത്യമായിട്ട് ആ പർട്ടിക്കുലർ ടൈമിങ്ങിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് അവർക്ക് അത് നോക്കണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പം നമുക്ക് അവർക്ക് ആ ഒരു പേഷ്യന്റിന്റെ ഇതില് നോക്കി കഴിഞ്ഞാൽ അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. ക്ലിയർ ആയോ? ഇതൊക്കെയാണ് ലാബിൽ ഉപയോഗിക്കേണ്ട ചില റെക്കോർഡുകൾ. ക്ലിയർ? മനസ്സിലായോ? യെസ്. ഇനി ലബോറട്ടറി റെക്കോർഡ്സിൽ എല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലാബില് കീപ്പ് ചെയ്യേണ്ട പ്രത്യേകം റെക്കോർഡുകളാണ് നമുക്ക് ഇങ്ങനെ കുറെ എന്താ പറയാ നമ്പർ ഇട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്.
നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോക്കിയാൽ മതി. എന്താണ് ലാബിൽ നമ്മൾ സൂക്ഷിക്കേണ്ട റെക്കോർഡുകൾ. ഈ പറയുന്ന താഴെ പറയുന്ന എല്ലാം തന്നെ വേണം. ഇനി അധികം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആകാം. പക്ഷെ ലിമിറ്റഡ് ടു ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയെങ്കിലും റെക്കോർഡുകൾ ലാബിൽ വേണം എന്നാണ്. ഈ താഴെ പറയുന്ന റെക്കോർഡുകൾ എങ്കിലും ഇതിൽ വേണം, റെക്കോർഡ്സ് ആയിട്ട് അവിടെ കീപ്പ് ചെയ്യണം. ഇനി അതിൽ കൂടുതൽ റെക്കോർഡ്സ് യു ക്യാൻ കീപ്, ഓരോ ലബോറട്ടറിക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. പക്ഷെ ഇതൊരു ബേസിക് ആയിട്ടുള്ള ലബോറട്ടറി റെക്കോർഡുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ട്. റിക്വസ്റ്റ് ഫോമുകൾ, ഇന്ന സാധനം റിക്വസ്റ്റ് ചെയ്തു, പേഷ്യന്റിന്റെ നിന്ന് എടുക്കേണ്ട സാമ്പിൾ ഏതാണ്, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്, ഓരോ എന്താ പറയാ റിസൾട്ടിന്റെയും കോപ്പി അത് വേണം. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്, ചിലതിന്റെയൊക്കെ പ്രിന്റ് ഔട്ട് അയക്കാം. ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക്ഷീറ്റ്സ്, ലാബിലുള്ളവർക്ക് ഉപയോഗിക്കേണ്ട വർക്ക് ബുക്കുകളും അതുപോലെ വർക്ക്ഷീറ്റ്സും. ലബോറട്ടറിയിലെ രജിസ്റ്റേഴ്സ്, പല കാര്യങ്ങളും അവർക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്ററുകൾ. കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, അളവുകളൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിയതിന്റെ പല റെക്കോർഡുകൾ ഉണ്ടാവും. ചില എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ലാബിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് ഇത്ര എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. QC റെക്കോർഡ്സ് ക്വാളിറ്റി മാനേജ്മെന്റിനുള്ളതാണ് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാബിലുള്ള പല സാധനങ്ങളുടെയും ക്വാളിറ്റി കൺട്രോള്, അതിന്റെ മാനുവൽ റെക്കോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവണം. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ഇൻസ്ട്രുമെന്റും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റെനൻസ് ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന്റെ മാനുവലൊക്കെ എക്വിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഇത് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനാണ്. ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. ഇൻസിഡന്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്? ഇൻസിഡന്റ് ബുക്ക് ഇപ്പൊ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും തരം എന്താ പറയാ ലാബ് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. സംതിങ് വിച്ച് ഹാപ്പൻസ് ഇൻസൈഡ് ദ ലബോറട്ടറി അൺഎക്സ്പെക്ടഡ്ലി, നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ, ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും കെമിക്കൽ സ്പില്ലേജ് വന്ന് എന്തെങ്കിലും അപകടമോ ചെറുതായിട്ടൊക്കെ വലിയ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാണെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ബുക്ക്, അതാണ് ഇൻസിഡന്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ആ ഇൻസിഡന്റ് ഹൗ ഇറ്റ് ഒക്കർ, എന്തുകൊണ്ട് അത് ഉണ്ടായി, അതിന് നമ്മൾ എന്ത് കറക്ഷൻ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഇൻസിഡന്റിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്തത്, അപ്പൊ അതിന്റെ ഒരു റിപ്പോർട്ട് ഇതിലേക്കാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലും നല്ലതാണ് അല്ലെ. അങ്ങനെയുള്ള ഇനിയും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ ആ ഒരു ആക്ഷൻ എടുക്കാൻ മറ്റുള്ളവരെ കൂടി അത് പ്രാപ്തരാക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇൻസിഡന്റ് ബുക്കും അതിന്റെ കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സും. വാട്ട് കറക്ഷൻ ഹാസ് ബീൻ ടേക്കൺ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് എന്ത് കാര്യം ചെയ്താണ് നമ്മൾ അതിനെ ഓവർകം ചെയ്തത്, ആ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്തു, അങ്ങനെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ സ്റ്റോക്ക് കാർഡ്സ്, ഓരോ വസ്തുക്കളുടെയും സ്റ്റോക്കുകൾ, പിന്നെ അത് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് വേറെ. പിന്നെ പേഴ്സണൽ റെക്കോർഡ്സ്, ദാറ്റ് മീൻസ് അതിനകത്തുള്ള പേഴ്സണൽസ്, ആ ലാബിനകത്തുള്ള ജോലിക്കാര്, അവർക്ക് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിലുള്ള റെക്കോർഡുകൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ്, ഹെൽത്ത് റെക്കോർഡ്സ് ഒക്കെ. പിന്നെ കംപ്ലൈന്റ്സ്, ഇനി എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ പേഷ്യൻസിൽ നിന്നോ ആരെങ്കിലും ഒക്കെ കിട്ടിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് വേറെ, അതിനെന്ത് സൊല്യൂഷൻ നമ്മൾ ചെയ്തു കംപ്ലൈന്റ് ഉണ്ടായിരുന്നപ്പോ അതടക്കമാണ് എഴുതിയിരിക്കുന്നത്. ഇൻവെന്ററി, അതായത് ഹോസ്പിറ്റലിലെ ലാബിനകത്തുള്ള അസറ്റുകൾ, ലാബിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ, മെറ്റീരിയൽസ്, എമിഷൻസ്, എക്യുപ്മെന്റ്സ്, അതൊക്കെ അസറ്റ് ആണല്ലോ അവിടുത്തെ, അതെന്തൊക്കെയാണ്. പിന്നെ ബഡ്ജറ്റ്, അതായത് നമ്മുടെ ലാബിന്റെ ഒരു ബഡ്ജറ്റ് ആണ്. ലാബിന്റെ ഏകദേശം എത്ര ടെസ്റ്റുകൾ നടത്തി, എത്ര ടെസ്റ്റുകൾക്ക് റിസൾട്ട്, ഇനിയും എത്ര അവര് കൂടുതൽ ടെസ്റ്റുകൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ, അതിന്റെ ഒരു ബഡ്ജറ്റ്. ഓക്കെ. SOP എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതിന്റെ എല്ലാ മെഷീൻസും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ കോപ്പീസ് അത് വേണം. പിന്നെ വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്സ് ആണ്, നിരീക്ഷണം. അതായത് മൊത്തത്തില് ലാബിന്റെ മൊത്തത്തിലുള്ള നിരീക്ഷണവും അതുപോലെ തന്നെ അവിടുത്തെ ജോലികളും ഒക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് കണ്ടുപിടിക്കുന്നതിന്റെ റെക്കോർഡുകൾ, കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്രയും റെക്കോർഡുകൾ ഓരോ ലബോറട്ടറീസിലും ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിനേക്കാൾ അപ്പുറം വേറെയും റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് ഇത്രയും റെക്കോർഡ്സ് എങ്കിലും എന്നാ പറഞ്ഞേക്കണേ, ലിമിറ്റഡ് ടു ദ ഫോളോയിങ്, ഇത്രയെങ്കിലും വേണമെന്ന്. മനസ്സിലായോ? ലബോറട്ടറി റെക്കോർഡുകളിൽ പെടുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാം ഏതൊക്കെയാണ് ലാബിന്റെ റെക്കോർഡ്സിൽ വരാന്ന്. പോയിന്റുകൾ കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ അറിയണം. ഇന്ന റെക്കോർഡുകളാണ് കീപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? യെസ്.
Clear ആയി മിസ്. ഓക്കെ. Then അടുത്തത് എന്താണ്? സിമ്പിൾ ആയ കാര്യമാണ്. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. ലാബില് ഇനി വേണ്ട ചില എന്താ പറയാ സേഫ്റ്റി മെഷേഴ്സ് ആണ്. നമുക്കറിയാം the personnel who are working in a laboratory are also subjected to risk from some other chemical spillage, infectious materials, fire danger, അല്ലെ ഇലക്ട്രിക്കൽ ഷോക്ക്, അതുപോലെ തന്നെ ഗ്യാസ് ലീക്ക്. അതായത് പല രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടമാണ് ഏത് ഹോസ്പിറ്റൽസിന്റെ ലാബ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഒത്തിരി റിസ്ക് ഉള്ള സ്ഥലമാണ് അല്ലെ. അവിടെ കെമിക്കൽസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പല സാധനങ്ങളൊക്കെ കൾച്ചർ ചെയ്യാനൊക്കെ പല കെമിക്കൽസ് ഉപയോഗിക്കട്ടെ. കെമിക്കൽ ലീക്കേജ് ഉണ്ടാകാം, അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. പിന്നെ മാത്രമല്ല എപ്പോഴും ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് പല രോഗികളായിട്ടുള്ള പേഷ്യൻസിന്റെയും സ്പെസിമെൻസ് ആണ്. ബ്ലഡ് ആയിക്കോട്ടെ, യൂറിൻ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ് ആയിക്കോട്ടെ. അപ്പൊ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ, രോഗം വന്നിരിക്കുന്ന ആളുടെ ഈ സാധനങ്ങൾ വെച്ചിട്ട് അവര് കൈകാര്യം ചെയ്യുന്നത്. സോ അത് ഒരു ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ് ഒക്കെ ആയതുകൊണ്ട് ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുള്ള സാധനങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത്. അവർക്കും പലതരത്തിലുള്ള രോഗങ്ങൾ കടന്നു പിടിക്കാം. അപ്പൊ അതിനൊക്കെ പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും. അതുപോലെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാം, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ട മെഷീൻസ് ഒക്കെ ഉണ്ട്. ഗ്യാസ്, പല രീതിയിലുള്ള ഗ്യാസുകൾ അത് ലീക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഇത്തരം ഇതിന് എല്ലാവരും എന്താ പറയാ റിസ്ക് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ലാബ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള ജോലിക്കാർക്ക് ഇത്തരം റിസ്കുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഈ പറയുന്ന എന്താ പറയാ രോഗം പകരാനോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുമ്പോൾ അതും മാത്രമല്ല ഇനിയുമുണ്ട് ഒരുപാട് വേസ്റ്റും വരുന്ന സ്ഥലമാണ്. ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകും. ഈ യൂറിനൊക്കെ ഇവർ ആവശ്യത്തിനെടുത്ത് കൾച്ചർ ചെയ്യുന്നു, പരിശോധിക്കുന്നു, ലാബ് ടെസ്റ്റ് നടന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബാക്കിയുള്ളത് അവിടുത്തെ വേസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ഡിസ്കാർഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഒരുപാട് വേസ്റ്റും കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ലബോറട്ടറി എന്ന് പറയുന്നത്. സോ അങ്ങനെയും അവർ ഒരുപാട് റിസ്കിലാണ് ആര് ഈ ലാബിന്റെ പേഴ്സണൽ സെക്ടർ തന്നെ. സോ എന്ത് ചെയ്യണം? ഇത്തരം റിസ്കുകൾ ഒഴിവാക്കാൻ സം പോളിസീസ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ്. ഈ റിസ്കുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ചില പ്രത്യേക നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ബയോ വേസ്റ്റുകള്, റിയേജൻസ്, കെമിക്കൽസ്, അതുപോലെ ഷാർപ്പ് മെറ്റീരിയൽസ് ഒക്കെ വേസ്റ്റ് വരാണെങ്കിൽ അത് ലാബ് ലെവൽ ടെസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ടും എടുക്കുമ്പോൾ ചിലപ്പോൾ താഴെ വീഴാൻ പൊട്ടാം അല്ലെ. അപ്പൊ അതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതാകും, ഷാർപ്പുകളാണ്. അപ്പൊ അത് അതുപോലെ തന്നെ ലബോറട്ടറിയിൽ ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റുകളുണ്ടോ ഇറ്റ് ഷുഡ് ബി ഡിസ്കാർഡഡ് അക്കോർഡിംഗ് ടു ദ ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻസ്. നമ്മളുടെ എന്താ പറയാ പ്രദേശ അല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള റെഗുലേഷൻസ് നിയമപ്രകാരം തന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന വേസ്റ്റുകളെല്ലാം തന്നെ ഡിസ്കാർഡ് ചെയ്യാനുള്ള പോളിസീസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് ഈച്ച് ആൻഡ് എവറി പേഴ്സണൽസ്, അതിനകത്തുള്ള ഓരോ തൊഴിലാളികളും അതിനെ കുറിച്ച് ഈ പറയുന്ന പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് തന്നെ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യണം. ഓരോ ജോലിക്കാരും അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ട്രെയിനിങ് കൊടുക്കുക, പ്രിക്കോഷൻസ് എടുക്കാനും സേഫ്റ്റി മെഷേഴ്സ് എടുക്കാനും അല്ലെ. മാത്രമല്ല വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ ഓൺ ഹെൽത്ത്. നമ്മൾ ഈ പറയുന്ന ജോലിയാണ്, ഇതൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കാനുള്ള കാര്യങ്ങളും പ്രിക്കോഷൻസും എടുക്കണം. ബോത്ത് ദ പേഴ്സണൽ ആൻഡ് ഓൾസോ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും അതിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റഡ് ആകണം. ഓക്കെ. അപ്പൊ ഈ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട പോളിസീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിയമപരമായി തന്നെയുണ്ട്. എന്താ പറയാ നമ്മുടെ നേഷൻ തന്നെ അതിന് വേണ്ടിയിട്ട് കുറെ പോളിസീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ലാബുകാർ കൃത്യമായിട്ട് ആ പേഴ്സണൽസ് അവരുടെ സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി കുറച്ച് പൊതുവായിട്ടുള്ള ചില സേഫ്റ്റി മെഷേഴ്സ് വിച്ച് ഹാവ് ടു ബി ടേക്കൺ ബൈ ദ ലാബോറട്ടറി പേഴ്സണൽ ഇസ് ഗിവൺ ബിലോ. നമുക്ക് ഇനി എന്താ പറയാ എന്തൊക്കെയാണ് ചില പേഴ്സണൽ ഈ പറയുന്ന ജോലിക്കാരെടുക്കേണ്ട ചില സേഫ്റ്റി മെഷേഴ്സ്, സുരക്ഷാ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് കുറച്ച് ജനറൽ ആയിട്ടുള്ളത് കേട്ടോ, പൊതുവായിട്ടുള്ളത് കുറച്ച് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ബിഫോർ ദാറ്റ് ഈ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. First sentence: personnel who are working in laboratories may be subjected to risks from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. Policies should define the use of sharp, disposal of bio-waste, reagents, sharps and other waste evolved in the laboratory according to the local and national regulations. Other.
And the last sentence കൂടി, safety in laboratories therefore includes protection of both personnel. അതുകൊണ്ട് തന്നെ ലാബിലെ സേഫ്റ്റി എന്ന് പറയുന്നത് അതിനകത്ത് ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ആൻഡ് എൻവയോൺമെന്റ് ഫ്രം ഡേഞ്ചറസ് മെറ്റീരിയൽസ്, നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക എൻവയോൺമെന്റിനെ തന്നെ, പരിസ്ഥിതിയെ തന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ നിന്ന് സംരക്ഷിക്കാനും കൂടിയാണ് കേട്ടോ. ലാബിലും ഒരുപാട് വേസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് വലിച്ചെറിഞ്ഞ് എവിടെയെങ്കിലും ഇട്ടാൽ അതും പൊതുവായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന, പരിസ്ഥിതിയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന് രണ്ടിന്നും പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ലാബിലും ആവശ്യം വേണ്ട സേഫ്റ്റി മെഷേഴ്സ് കീപ്പ് ചെയ്യണം. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? യെസ്. അടുത്തത് എന്തൊക്കെയാണ് അപ്പൊ ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്, പൊതുവായ ചില സുരക്ഷാ മാർഗങ്ങൾ ലാബിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്ന കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ആണ്. First one, all laboratory personnel should have a knowledge of the laboratory safety policies and procedures and act in accordance with all those times. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പോളിസീസ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനകത്തുള്ള ലാബിൽ ജോലി ചെയ്യുന്ന എല്ലാ പേഴ്സണൽസും കൃത്യമായി അത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രം മതിയോ? എനിക്ക് നിയമമൊക്കെ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, ഇത് ഇങ്ങനെയാണ് സേഫ്റ്റി ആകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയാം. പക്ഷെ വി ഹാവ് ടു ഓൾസോ ആക്ട് ഇൻ അക്കോർഡൻസ്, അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണം അല്ലെ? സുരക്ഷാ മാർഗങ്ങൾ അറിയാം എങ്കിൽ അതിനെ അനുസരിച്ച് തന്നെ അത് പ്രവർത്തിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയാ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്ര അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഒക്കെ ഉണ്ട്. അത് ലാബിൽ സ്വീകരിക്കേണ്ട എല്ലാ പോളിസീസും പ്രൊസീജിയേഴ്സും ഷുഡ് ഹാവ് ടു ബി ഒബെയ്ഡ് ഓർ ഹാവ് ടു ബി എന്താ പറയാ അതനുസരിച്ച് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പോളിസീസും പ്രൊസീജിയേഴ്സും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ലാബിനെ മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് ഒന്നാമത്തെ ഒരു സേഫ്റ്റി മെഷർ. എനിക്കറിയാം, പക്ഷെ ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കണം. അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് ചെന്ന് എന്താ പറയാ തെറ്റായ രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വരുന്നു. ജോലിക്കാർക്ക് അപകടം വന്നു കഴിഞ്ഞാൽ പാടാണ് അല്ലെ? ഹോസ്പിറ്റലില് രോഗികളാ വരുന്നത്. രോഗികളെ ശുശ്രൂഷിക്കുന്ന ഏത് വിഭാഗത്തിലുള്ളവരായിക്കോട്ടെ, ഡോക്ടേഴ്സോ നഴ്സസോ ആരെ, അവർക്ക് അസുഖങ്ങൾ വന്നാലോ പാടാണ് അല്ലെ? അപ്പൊ അത് വരാതിരിക്കാൻ നമ്മൾ കുറെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. ഇനി ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് ലാബിനകത്തുള്ള എന്താ പറയാ അവിടുത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇന്ന സാധനം ഡേഞ്ചറസ് ആണ്, അത് ഒന്ന് അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. ഇന്ന സാധനം ഡേഞ്ചറസ് ആണ്, അതിന്റെ ഒരു ലിസ്റ്റ്. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും, അത്തരം ഡേഞ്ചറസ് മെറ്റീരിയൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതെന്തൊക്കെയാണ് അപകടകാരികളായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ ലാബിലുണ്ടെങ്കിൽ അതിന്റെ ഒരു ലിസ്റ്റ് അവിടെ എവിടെയെങ്കിലും തൂക്കിയിടുക. ഇന്ന് എല്ലാ സാധനം ഡേഞ്ചറസ് ആണ്. ഓക്കെ, ആ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ലിസ്റ്റ് പ്രകാരം നമുക്ക് മനസ്സിലാവുമല്ലോ, അയ്യോ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു, പിന്നെ എന്തുകൊണ്ട് നമ്മൾ അതിന്റെ അടുത്ത് ചെന്നു, അല്ലെങ്കിൽ നമ്മളത് നമ്മളുടെ എന്താ പറയാ നേക്കഡ് ഹാൻഡ് ഒക്കെ വെച്ച് നമ്മൾ എന്തുകൊണ്ട് അത് ഉപയോഗിച്ചു, അത് നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ്. പിന്നെ അടുത്ത എന്താ, ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി അവൈലബിൾ ആസ് സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു ദ സിങ്ക്. ഇനി എന്താ പറയാ ഐ വാഷ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് മറ്റൊക്കെ നമ്മുടെ എന്താ പറയാ മുഖത്തേക്കോ കണ്ണിലേക്കോ ഒക്കെ തെറിക്കുകയാണെങ്കിൽ അത് നമുക്ക് വേഗം ചെന്നത് എന്താ പറയാ റിമൂവ് ചെയ്ത് കളയാനുള്ള സ്റ്റാൻഡ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒന്നിനോട് ചേർന്നല്ലാതെ അറ്റാച്ച്ഡ് അല്ലാത്ത എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം, സിങ്കോ സിങ്കിന്റെ അടുത്തേക്കൊക്കെ അല്ലെങ്കിൽ മറ്റ് സിങ്കുകളൊന്നും അല്ലാത്ത രീതിയിലുള്ള സ്ഥലത്തേക്കൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നിർത്തി അതൊന്ന് വാഷ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അത് ലാബിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന ആൾ മാത്രം, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ദേ ഹാവ് ടു ബി അലോൺ. അത് ഒറ്റയ്ക്ക് നിന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് അടുത്ത പോയിന്റ്. ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു ദ സിങ്ക്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അടുത്തത്, ബയോഹസാർഡ് സിംബൽ ഷുഡ് ബി യൂസ്ഡ് ഓൺ ഓൾ കണ്ടെയ്നേഴ്സ് ഓർ എക്യുപ്മെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്.
അപകടകാരികളായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിരിക്കുന്ന കണ്ടെയ്നർ ബോക്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറോ എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബയോ ഹസാർഡിന്റെ ഒരു സിമ്പൽ കൊടുത്തേക്കണം. ഇത് ബയോ ഹസാർഡാണ്. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽസിലെ ലാബിൽ നിന്ന് കുറെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൂടി ഇങ്ങനെ എടുത്ത് എന്താ പറയാ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കണ്ടെയ്നറിലാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ലേബൽ കൊടുക്കാം, ബയോ ഹസാർഡ് വേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ബയോ ഹസാർഡിന്റെ ഒരു സിമ്പൽ സാധനം ഒട്ടിച്ചു വെച്ചേക്കാം. അപ്പൊ അതിന്റെ അടുത്തേക്ക് ആരും പോകൂല, അല്ലെങ്കിൽ ഇതെന്താണോ ഈ സാധനത്തിനാണെന്ന് പറഞ്ഞത് അടുക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇല്ലാതിരിക്കാനായിട്ട് അതിന്റെ ഒരു സിമ്പൽ ഷുഡ് ബി അറ്റാച്ച്ഡ്. അതൊന്ന് ഉപയോഗിച്ചേക്കാം കണ്ടെയ്നർ അല്ലെങ്കിൽ എക്യുപ്മെന്റ് കേട്ടോ. അപ്പൊ ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ബയോ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും. Next one, laboratory personnel should be completely trained in managing fire and non-fire emergencies like large spillage, gas leakage, etc. ഇനി ഈ ലാബിലുള്ള എല്ലാ പേഴ്സണൽസും കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയവരായിരിക്കണം. എങ്ങനെയാ when a fire occur in the lab, ലാബില് ഫയർ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ, തീ പിടിച്ചാൽ പെട്ടെന്ന് നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ എമർജൻസീസ്, ഇപ്പൊ ചിലപ്പോ ചില സ്പില്ലേജ് ഒക്കെ വീണ് കഴിയുമ്പോ ചില സാധനങ്ങൾ തറയിലേക്ക് വന്നു, ഗ്യാസ് ലീക്കേജ് വന്നു. അപ്പൊ ഗ്യാസ് ഒക്കെ ആവുമ്പോ ചിലതൊക്കെ പെട്ടെന്ന് എന്താ പറയാ വായുവിൽ പ്രവർത്തിച്ച് പെട്ടെന്ന് ഫയർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നാൽ ഹൗ ദേ മാനേജ്, അവരത് എങ്ങനെ മാനേജ് ചെയ്യും, അതിന് പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും. മനസ്സിലായ? അല്ലാണ്ട് അതൊക്കെ ഇട്ട് ഒന്ന വഴിക്ക് നിൽക്കാൻ പറ്റില്ല ആ സമയത്ത്. അപ്പൊ ആ ട്രെയിനിങ് ഉള്ളവരാണെങ്കിൽ they will act immediately, പെട്ടെന്ന് അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കും. സോ they can avoid dangerous situation, വലിയ അപകടം നിറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ അത്തരം സന്ദർഭത്തിൽ പറ്റും. പേടിച്ച് നമ്മൾ പാനിക്കായിട്ട് നിന്നാലോ ഇവിടെ വലിയ ദുരന്തം നടക്കും. ആ ദുരന്തങ്ങളെ ഒരു പരിധിവരെയൊക്കെ ഒഴിവാക്കാനായിട്ട് if they are trained, well trained, അതിന് വേണ്ടിയിട്ട് അവര് ട്രെയിനിങ് പരിശീലനം കിട്ടിയവരാണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യും. ഇല്ലേ? പരിശീലനം കൊടുക്കാറുണ്ടല്ലോ ഇപ്പോഴും, ഒരുപാട് പരിശീലനങ്ങൾ ട്രെയിനിങ് ഒക്കെ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്താ പറയാ ഫ്ലഡ് വന്നാൽ എന്ത് ചെയ്യണം, ഫയർ ഒക്കെ വന്നാൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ തീ പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം അതിനെ നോക്കി നിൽക്കാതെ, അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഇതിനകത്തും പല രീതിയിൽ കെമിക്കൽ സ്പില്ലേജോ അതുപോലെ തന്നെ ഗ്യാസ് ലീക്കേജോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫയർ വന്നു കഴിഞ്ഞാൽ ഹൗ ടു ആക്ട്, എങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കണം, അത് അവരെ ട്രെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ, ആംപിൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഷുഡ് ബി ക്വിക്ലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. പെട്ടെന്ന് തീ കെടുത്താനൊക്കെ പറ്റുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ, തീ കെടുത്തതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ലാബിലേക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് എത്തണം. അത് അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ആ ലാബിന്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്തുന്ന രീതിയിൽ നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഘടിപ്പിച്ചിരിക്കണം ഹോസ്പിറ്റൽസിൽ. മനസ്സിലായോ? ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരു സ്ഥലത്തും ലാബ് വേറൊരു സ്ഥലത്താകുമ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കുമ്പോൾ അത്രയും സമയം പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൃത്യമായ എക്സ്റ്റിംഗ്വിഷേഴ്സ് അവിടെ ലാബിന്റെ പരിസരത്ത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം, ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. Then accident or incident injuries, the record of laboratory personnel should be kept and initiated to the designated authority. ഇനി ഹോസ്പിറ്റൽസിനകത്ത് എന്തെങ്കിലും ഈ ലാബിനകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ ഇൻസിഡന്റുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻസിഡന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞു, പല പ്രശ്നങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായി ലാബിലെ പേഴ്സണൽസിന്, ജോലിക്കാർക്ക് പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പല മുറിവുകളൊക്കെ പറ്റി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു റെക്കോർഡ് അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഒരു അതോറിറ്റി അതിന് എന്താ പറയാ അത്തരം റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ആളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തത് അത്തരം സന്ദർഭങ്ങളിൽ, അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കി പെട്ടെന്ന് നമുക്ക് അതനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ അത് വേഗം എടുത്ത് ആ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അത്തരം ആക്സിഡൻസും ഇൻസിഡൻസും ഒക്കെ ഉള്ള റെക്കോർഡ് ഉണ്ടെങ്കിൽ. മനസ്സിലായോ? അത് ലബോറട്ടറി പേഴ്സണൽസിന് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ അത് വേറെ ലാബിന്റെ ഒരു സേഫ്റ്റി മെഷർ ആണ്. ഇന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തത് അവര് അല്ലെ, പ്രീവിയസ് ആയിട്ടുള്ള കണക്ക് പ്രകാരം അല്ലെങ്കിൽ റെക്കോർഡ് പ്രകാരം അവർക്ക് കിട്ടിയ ഡീറ്റെയിൽസ്, ആ ഇൻഫർമേഷൻസ് ദേ ക്യാൻ യൂസ് ഇറ്റ് ആസ് എ സേഫ്റ്റി മെഷർ. അതും ഒരു സേഫ്റ്റി മെഷർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ് മനസ്സിലായോ? 7 പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞു. ഇനിയുണ്ട് കുറച്ചും കൂടി ഉണ്ട്, ഒരു 5 പോയിന്റ് കൂടിയുണ്ട്. 7 മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ? Yes.
വായിച്ചോ. ഞാൻ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ ഇന്ന്. ഇനിയിപ്പോ നാളെ ഞാൻ എന്തായാലും കേറാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മിലു മിസ്സിന്റെ ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? മിലു ടീച്ചറിന്റെ ക്ലാസ് ആണ്. പക്ഷെ മിലു ടീച്ചറിനോട് ഞാൻ ഇനിയിപ്പോ എന്താ പറയാ ഓടിച്ചു പിടിച്ച് അങ്ങോട്ട് തീർക്കാനില്ല. അപ്പൊ നാളത്തെ ക്ലാസ് ഞാൻ മിലു മിസ്സിന്റെ ക്ലാസ് ഒക്കെ തീർന്നല്ലേ അല്ലേ? ടീച്ചറിന്റെ പോർഷൻ തീർന്നില്ലേ? അപ്പൊ ടീച്ചറിന്റെ ഞാൻ ക്ലാസ് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം, കാരണം ഞാൻ ധൃതി പിടിച്ചതങ്ങട് കംപ്ലീറ്റ്ലി ഒറ്റ ശ്വാസത്തില് നമ്മള് അല്ലെങ്കിൽ തന്നെ സ്പീഡ്. അപ്പോ പിന്നെ ഇതൊക്കെ കുറെ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ് അല്ലെ? ഒത്തിരി നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലാബില് എന്തായാലും കെയർഫുൾ ആയിരിക്കണം, ലാബിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കുക, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കുറെയൊക്കെ. അപ്പൊ എന്തായാലും ബാക്കിയുള്ള ഭാഗം അപ്പൊ നാളെ എനിക്ക് എടുക്കാൻ എന്തെങ്കിലും വേണ്ടേ അല്ലെ? അപ്പൊ അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് നാളെ ക്ലാസ്സിൽ എടുക്കാം. സോ നിങ്ങൾക്ക് എന്താ പറയാ ഇപ്പൊ എടുത്തിരിക്കുന്ന മൊത്തം ചാപ്റ്റേഴ്സ് 15+13 28 ചാപ്റ്റർ ആണ് ഈ 1ഉം 2ഉം മൊഡ്യൂൾസിലായിട്ട് ആകെ ഉള്ളത് അല്ലെ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ 28 ചാപ്റ്റേഴ്സ് ആണ്, രണ്ടും കൂടി 15+13 അല്ലെ? 28 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ഈ 1, 2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കണം. തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ കൂടിയൊക്കെ നന്നായിട്ട് റെഫർ ചെയ്യുക. പിന്നെ ടീച്ചേഴ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ചിലതൊക്കെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ അതനുസരിച്ച് പഠിക്കുക. അതും പഠിക്കുക. വീണ്ടും ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, വേറെ ചാപ്റ്റേഴ്സ് ഒന്നും മിസ് ചെയ്തിട്ടില്ല? എല്ലാം എടുത്തോണ്ട് ആതിര മിസ് ചെയ്താണ് ഇപ്പൊ എടുത്ത് തീർക്കാനുള്ള ഭാഗം. ആതിര മിസ് ചെയ്ത് എടുത്തോണ്ടിരിക്കുന്നേ അറിയാമോ? ആർക്കെങ്കിലും നോക്കാണ്ട് പറയോ ചാപ്റ്ററിന്റെ പേര്? ആതിര ടീച്ചറിന്റെ ആണ് ഒരു ചാപ്റ്റർ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ തീർക്കാനുള്ളൂ. ഇന്നും നാളെ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് വീണ്ടും. ആതിര മിസ് ഇപ്പൊ കയറും, പിന്നെ നാളെ ബാക്കിയുള്ള ടെർമിനോളജി അല്ലെ? അപ്പൊ ടീച്ചറിന്റെ ഭാഗം ടീച്ചർ ഇന്നും നാളെയുമായിട്ട് തീർക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ നാളെ എന്തായാലും തീർക്കുള്ളൂ. ചിലപ്പോ ടീച്ചർക്ക് ഇന്ന് തീരുകയാണെങ്കിൽ ടീച്ചർ ഉണ്ടാവില്ല, നാളെ ഞാൻ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഞാൻ മാത്രം എന്റെ ഒപ്പം തീരുന്നു, അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ. ഇന്ന് ടീച്ചർ 11:30 ടീച്ചറിന്റെ ക്ലാസ് ഉണ്ട്. ടീച്ചർ കയറിയിട്ട് ടീച്ചറിന്റെ തീരുന്നത് വരെ, തീർന്നില്ലെങ്കിൽ നാളെ എടുക്കും. അതെല്ലാം ടീച്ചറിന്റെ തീരുകയാണെങ്കിൽ എന്റെ മാത്രമേ ബാക്കി ആ ഒരു 1.5 പേജ് ഉള്ളൂ. കുറച്ച് ഇനിയുള്ളത് നമുക്ക് ആ ബാക്കി പ്രിക്കോഷൻസ്, സേഫ്റ്റി മെഷേഴ്സും അതോടൊപ്പം തന്നെ കുറച്ച് സൈൻസ് ആൻഡ് സിംബൽസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി. ലാബിൽ ഉപയോഗിക്കുന്ന ചില അടയാളങ്ങൾ, ചില സൈനുകൾ, സിംബലുകൾ, ലാബിന്റെ അകത്ത് വേണ്ട ചില സിംബൽസ് ആണ് കേട്ടോ. അത് പിന്നെ ഒരു ലാസ്റ്റ് പേജിൽ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ്, ലാബ് മാനേജറിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അത്രയും ഭാഗം എടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം നാളത്തേക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ബാക്കി എടുക്കണില്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും ഭാഗമൊക്കെ നന്നായിട്ട് വായിച്ചിട്ടൊക്കെ വരിക കേട്ടാ. സമയം കിട്ടുമ്പോ ഇപ്പൊ തന്നെയാണെങ്കിൽ അവിടെ ഇരുന്ന് 5 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് നിങ്ങൾ വായിച്ചോ. ടീച്ചർ ക്ലാസ്സിൽ കയറുന്നത് വരെ ഇപ്പൊ എടുത്ത ഭാഗം വായിക്കുകയോ അല്ലെങ്കിൽ മുന്നുള്ളത് വായിക്കുകയോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ വായിക്കുകയോ ഒക്കെ ചെയ്തോ. അത്രയും സമയം നമുക്ക് കിട്ടുകയാണല്ലോ. ഓക്കെ. ടീച്ചറിന്റെ ക്ലാസ് അപ്പുറത്ത് വേറെ ഇല്ല എങ്കിൽ ടീച്ചർ വന്ന് എടുത്തോളൂ ഇപ്പൊ തന്നെ. ഓക്കെ ഓക്കെ അല്ലേ? ടീച്ചർക്ക് വേറെ ക്ലാസ് ഇല്ല, ടീച്ചർ അവിടെ അവൈലബിൾ ആണെങ്കിൽ ഞാൻ കയറാൻ പറഞ്ഞോളാം ടീച്ചറോട്. ഓക്കെ. സോ സീ യു. താങ്ക് യു. നാളെ കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം.